എൻ്റെ പേര് മിലിൻ മൈക്കിൾ. ഞാൻ കഴിഞ്ഞ 2025 ഓണം വെക്കേഷൻ്റെ ടൈമിൽ ഇവിടെ വെച്ച് നടത്തിയ ടീൻസ് ധ്യാനത്തിലാണ് ഞാൻ പങ്കെടുത്തത്. ഈശോയോട് പറഞ്ഞത് എനിക്ക് 90 മണ്ടയിലും പെർസെൻറ്റേജ് മാർക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. 90 മുകളിലെങ്കിലും മാർക്ക് തരണേ ഈശോയെ. ഓക്കെ. അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് മോഡൽ കഴിഞ്ഞു. എനിക്ക് ഒറ്റയടിക്ക് 79 85 കയറി. അത് കഴിഞ്ഞ് സെക്കൻഡ് മോഡൽ വന്നപ്പോഴേക്കും എൻ്റെ മുട്ട് തന്നെ പോയിട്ട് ഞാൻ ഒരു 12 ദിവസത്തോളം വീട്ടിലിരിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഒരു എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നന്നായിട്ട് പഠിച്ചു പോയൊരു എക്സാമാണ്, പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. പക്ഷെ അത് ഒട്ടും എനിക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്ക് പഠിക്കാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ വരുമായിരുന്നു. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം കരച്ചിട്ട് വരുന്നു. ഞാൻ ആ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓക്കെ. പരീക്ഷയുടെ സമയത്ത് എനിക്ക് പേടിയായിരുന്നു. പരീക്ഷ കഴിയുമ്പോൾ ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പോയിരുന്നു കരഞ്ഞു, ചങ്ക് പൊട്ടി കരഞ്ഞത്. ഫാൻ എവിടെയെന്ന് അന്വേഷിച്ചില്ല, കയറെവിടെയെന്ന് അന്വേഷിച്ചില്ല, കൊച്ചു ദിവ്യകാരുണ്യം എവിടെയെന്ന് അന്വേഷിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ടീൻസ് ധ്യാനം കൂടിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് ബോധ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലുള്ള മെച്ചമാണിത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞു പ്രായത്തിൽ ഈശോയോടുള്ളൊരു ബോധ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന വ്യത്യാസം. എന്നിട്ട് മോളെ ICSE ഞാൻ എഴുതിയത്. അപ്പോൾ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 90 മണ്ട സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അത് അധികം സ്റ്റേറ്റ് സിലബസ് പോലെയല്ല. എന്നിട്ട് എത്ര പെർസെൻറ്റേജ് കിട്ടി? 95% മാർക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ബെസ്റ്റ് ഓഫ് 5 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വെച്ചാൽ നമുക്ക് 6 വിഷയത്തിൽ 5 വിഷയം എടുത്താൽ മതി. എനിക്ക് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 97% മാർക്കുണ്ട്. യെസ്, 97% മാർക്കോടെ ഈ കൊച്ചിന് ഈശോ നയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 3 ഹല്ലേലൂയ ഓർക്ക പറയാമോ? ഇവിടെ നോക്കിക്കേ പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ ഹൃദയത്തോട്, ഈശോയുടെ ദിവ്യകാരുണ്യത്തോട്, ഈശോയുടെ ദിവ്യകാരുണ്യം എന്താ? ഈശോയുടെ ചങ്ക്. അതല്ലേ ഇവിടെ ചങ്കിൻ്റെ ഉള്ളിൽ ദിവ്യകാരുണ്യം വെച്ചേക്കുന്നേ. ഈ ദിവ്യകാരുണ്യം അത്ഭുതം നടന്ന തിരുരക്തമായി മാറിയ, തിരുശരീരമായി മാറിയ സ്ഥലങ്ങളിലെല്ലാം സയൻറ്റിഫിക് ആയിട്ടത് പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ത്? ഈശോയുടെ ഹൃദയമാണ് ആ തിരുവോസ്തിയിൽ വന്നതെന്ന്. ഹല്ലേലൂയ. ആ മാംസകഷ്ണത്തെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൻ്റെ പാർട്സാണ്, ഹൃദയത്തിൻ്റെ ഭാഗമാണ് ആ തിരുവോസ്തിയിൽ ഉണ്ടായിരുന്നത് എന്ന് ലോകത്ത് എല്ലായിടത്തും എവിടെയെല്ലാം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നോ അവിടെയെല്ലാം തെളിയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. വീടുകളിൽ ദിവ്യകാരുണ്യം വെക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? ഇല്ല. അപ്പോൾ ഈശോ കണ്ടുപിടിച്ച മാർഗമാണേത്? തിരുഹൃദയത്തിൻ്റെ പടം, തിരുഹൃദയത്തിൻ്റെ രൂപം, അത് വെച്ചോ, ഞാൻ അവിടെ വന്നോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ തിരുവചനം എന്താണെന്നറിയാം? യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എൻ്റെ പിതാവിൽ വിശ്വസിക്കുക, നിങ്ങൾ എന്നിലും വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. ഈശോ പറയും ഈശോയിൽ വിശ്വസിക്കുക. വീണ്ടും വചനം പറയുകയാണ്, ഈശോയുടെ ഹൃദയത്തിൻ്റെ അടുക്കലേക്ക് ഓടി വരുവാൻ പറയുകയാണ്. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബജീവിതം നയിക്കുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ നയിക്കുമ്പോൾ അലച്ചിലും കഷ്ടപ്പാടും ഭാരവും ഒക്കെ ഉണ്ട് എന്നറിയാവുന്ന ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനത്തിലൂടെ പറയുകയാണ്. എന്തെന്ന്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആരോടൊക്കെ വരാൻ പറഞ്ഞേക്കുന്നേ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും. നമുക്കിത് രണ്ടും ഉണ്ടോ? അധ്വാനം ഉണ്ടോ? ഉണ്ടോ എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അടുക്കളയിൽ കിടന്നുള്ള ഓട്ടം തന്നെ എത്ര കിലോമീറ്റർ ഓടി തീർക്കുന്ന ഈ അധ്വാന ഭാരം, കുടുംബജീവിതത്തിൻ്റെ ഭാരം, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയുടെ ഭാരം, അലച്ചിലിൻ്റെ ഭാരം, രോഗത്തെക്കുറിച്ചുള്ള ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ഈശോ പറയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അടുത്ത് വന്നാൽ പോരാ, എന്ത് ചെയ്യണം? ഈശോയുടെ അടുക്കിലേക്ക് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം?
എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ഈശോയുടെ ഹൃദയത്തിൽ ഈശോയുടെ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യാൻ ഈശോ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. ഈശോയുടെ അടുക്കലേക്ക് വാ, ഈശോയുടെ അടുക്കലേക്ക് വാ എന്ന് ഈശോ പറയാം. സങ്കീർത്തനം 27:3 മുതലുള്ള തിരുവചനം വായിക്കാം. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. അപ്പം പിന്നെ അങ്ങേര് കൂടോത്രം വെച്ചു, ഇങ്ങേര് മന്ത്രവാദം ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ് പൊട്ടി, ഞങ്ങളുടെ കട പൊളിഞ്ഞു, ഞങ്ങൾ രോഗിയായി, ഞങ്ങളുടെ കാർ ആക്സിഡൻറ്റിൽ പെട്ടു, ഇങ്ങനെ പറഞ്ഞു വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം പറയാണ് പുള്ളിക്ക് യാതൊരു ഭയവും ഇല്ല. ഒരു സൈന്യം പാളയം അടിച്ച് വന്നപ്പോൾ എനിക്കൊരു ഭയവും ഇല്ല. എന്നിട്ടോ എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഹല്ലേലൂയ. എന്നിട്ട് നോക്കിയേ, എന്നിട്ട് ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഇപ്പം നിങ്ങൾക്ക് കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് താമസിക്കാൻ പറ്റുമോ? മഠത്തിൽ വന്ന് താമസിക്കാൻ പറ്റുമോ? എൻ്റെ മമ്മി ആണെങ്കിൽ പോലും 6 മണി കഴിഞ്ഞാൽ ഞാൻ പറയും മമ്മി ഓക്കെ പൊക്കോ. ഹല്ലേലൂയ. മഠത്തിൽ താമസിക്കാൻ പറ്റൂല. അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ആങ്ങളെയാണെങ്കിലും മഠത്തിൽ താമസിപ്പിക്കൂല. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? മഠത്തിലും പറ്റൂല, പള്ളിയിലും പറ്റൂല, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിൻ്റെ ആലയത്തിൽ നിങ്ങൾക്കും വസിക്കാൻ പറ്റും. ഈ ആലയം ഏതാണ്? ഈശോയുടെ തിരുഹൃദയം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയത്തിൽ നീ വസിക്കുക. നീയും നിൻ്റെ കുടുംബവും അവിടെ വസിക്കുക. നിൻ്റെ ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും ആ തിരുഹൃദയമാകുന്ന ആലയത്തിലേക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും നോക്കിയാൽ അടുത്ത വചനം നോക്കിയേ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എപ്പോഴും പ്രത്യേകിച്ച് ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ തിരുഹൃദയത്തിൽ നമ്മളെ കാത്തു സൂക്ഷിച്ച് അവിടെ അഭയം നൽകും. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വചനം നോക്കിയേ. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. ഈ തിരുഹൃദയ കൂടാരത്തിനുള്ളിൽ ഈശോ ഒളിപ്പിക്കും. ഒരു സൈന്യം പാളയമടിച്ചാലും കുലുക്കം വരാതെ കർത്താവ് എടുത്തുയർത്തും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. കർത്താവ് കയറ്റി നിൽക്കുക. എനിക്ക് കയറേണ്ട ആവശ്യം വരില്ല, എന്നെ കയറ്റി നിർത്തും കർത്താവ്. എന്നിട്ടോ എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. മക്കളെ, നിങ്ങൾക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടോ? സൈന്യമൊന്നും വരൂലാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും സൈന്യം വരും. കാരണം പിശാചിന് കണ്ടിട്ട് അടങ്ങിയിരിക്കുമോ? പിശാചിന് നമ്മൾ ഈശോയുടെ അനുഗ്രഹം മുഴുവൻ മേടിച്ച് സമാധാനത്തിൽ സ്വസ്ഥതയിൽ ജീവിക്കുന്നത് പിശാചിന് ഇഷ്ടമാണോ? പിശാചിൻ്റെ കൂട്ടർക്ക് ഇഷ്ടമാണോ? ദൂതന്മാർക്ക് ഇഷ്ടമാണോ? പിശാചിൻ്റെ ദൂതന്മാർക്ക് ഇഷ്ടമാണോ? ഇല്ല. ഭൂമിയിൽ പിശാചായി നടക്കുന്ന മനുഷ്യർക്ക് ഇഷ്ടമാണോ? ഇവരെല്ലാം പാളയം അടിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. പക്ഷേ കർത്താവ് പറയാണ്, ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ഈശോയിലേക്ക് തിരിഞ്ഞ് ഈശോയെ ജീവിതത്തിലേക്ക് വിളിച്ച് ഈശോയെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അദ്ദേഹം തന്നെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഹല്ലേലൂയ. ഈ മനുഷ്യനെ പരിചയമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കരുത് ഞാൻ കോൺഗ്രസ് പാർട്ടിയാണ്. എനിക്കൊരു പാർട്ടിയില്ല. ഇലക്ഷനോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന ഭൂകമ്പം മുഴുവൻ നമ്മൾ കണ്ടതാണ്. ഒരു പാർട്ടിയുടെയും കൂടെയല്ല. ഞാൻ BJP അല്ല, RSSും അല്ല, പിന്നെ എന്താ CPMും അല്ല, കോൺഗ്രസ്സും അല്ല. ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളവരൊക്കെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ആര് ഈശോയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി സത്യസന്ധമായിട്ട് നിൽക്കുന്നോ ഞാൻ അവരുടെ കൂടെയാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഇത് കാണിക്കാൻ കാരണം ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചത് എന്താണെന്ന് നമ്മൾ കേൾക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ, എന്നാൽ ഒന്നോടെ കേൾക്കാം. The most difficult challenge in our life is to find out the Christ in your mind. കേട്ടോ? The most difficult challenge in our life is to find out. ഈ കാലഘട്ടത്തിൽ the most difficult challenge നമ്മൾ നേരിടുന്ന വെല്ലുവിളി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈ കർത്താവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ.
ഈ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കർത്താവിന് വേണ്ടി ഇച്ചിരി സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ എല്ലാത്തിനും സൊല്യൂഷനായി എന്നാണ് ഞാൻ കരുതുന്നത്. അച്ഛനും കന്യാസ്ത്രീയൊന്നും അല്ലല്ലോ, അച്ഛന്മാരും കന്യാസ്ത്രീകളും പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇവർ മനുഷ്യൻ യേശുവിനെ കണ്ടെത്തിയതിന് ശേഷം പറയുന്ന കാര്യം. അങ്ങനെ വന്നാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈശോ നോക്കിക്കോളും. കേക്ക് സാക്ഷ്യം പറയണം. പ്രാർത്ഥന കൊണ്ട്, അചഞ്ചലമായ ദൈവവിശ്വാസം കൊണ്ട് ഈ വേണ്ടാത്തതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും, ഒരു സംശയം വേണ്ട. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ വേണ്ടാത്തത്, നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ എന്തൊക്കെയാണോ പ്രശ്നം അതിനെ വേണ്ടാന്ന് വെക്കാൻ, അതിനെ നീക്കിക്കളയാൻ, ജീവിതത്തിലെ പ്രതിസന്ധികളും അതിനെ തള്ളിക്കളയാൻ, അതിനെ അതിജീവിക്കാൻ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. ഓക്കെ, ദൈവം തോൽക്കില്ല, പ്രാർത്ഥന തോൽക്കില്ല, സാത്താൻ പരാജയപ്പെടും. ഈശോ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തോക്കേണ്ട വരില്ല. ഹല്ലേലൂയ. ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹമാണ്. മരുഭൂമിയിൽ 40 ദിവസം സാത്താൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി വിജയം വരിച്ച് പുറത്തിറങ്ങിയ യേശുക്രിസ്തുവാണ് ഈ പാപനാശനത്തിനു വേണ്ടി നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ വാക്കുകൾ പറഞ്ഞത്. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം. നല്ല ഒരു പൊതുപ്രവർത്തകനാകണം എന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ വഴിയിലെ പ്രകാശഗോപുരമായി, പ്രകാശദീപമായി നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ മാർഗങ്ങളും ക്രിസ്തുവിൻ്റെ വചനങ്ങളുമാണ് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയും. ക്രിസ്തു എൻ്റെ വഴികാട്ടിയാണ് എന്ന് പറഞ്ഞതിന് വിവാദമാക്കി. അവരറിയാതെ പോയ ഒരു കാര്യമുണ്ട്. ഞാൻ മാത്രമല്ല അക്രൈസ്തവനായിട്ടുള്ള ഒരാൾ ക്രിസ്തുവിനെ വഴികാട്ടിയായി കണ്ടിട്ടുള്ളത്. മഹാത്മാഗാന്ധി. നോൺ വയലൻസ് എവിടെന്നാ കിട്ടിയത്? ക്രിസ്തുവിൽ. സ്വാമി വിവേകാനന്ദനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്രിസ്തു. അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി. ക്രിസ്തു എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? നാടിൻ്റെ മുഴുവൻ സങ്കടങ്ങൾ കാണുന്നവരാണ് ഞങ്ങൾ, ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ. നമ്മുടെ അധ്വാനം, നമ്മുടെ അസൈൻമെൻ്റ് എന്താണ്? മനുഷ്യൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ, അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന ദൈവികമായ നിയോഗമാണ്. സിസ്റ്റർ, ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാണ് എടുത്തിട്ടത്. ഹല്ലേലൂയ. നോക്കിക്കേ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം പറഞ്ഞിട്ട് വചനപ്രഘോഷണമാണ്. പക്ഷേ ഈ വലിയ ക്രൈസിസിലൂടെ ഒരു സൈന്യനിര തന്നെ പാളയമടിച്ച അവസ്ഥയിലൂടെ ഈ മനുഷ്യൻ ഇലക്ഷന് ശേഷം കടന്നുപോയി. പക്ഷേ ദൈവം വചനം പാലിക്കുകയാണ്. സൈന്യം പാളയമടിച്ചാലും കർത്താവ് എന്നെ പാറമേൽ, ഉയർന്ന പാറമേൽ നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇദ്ദേഹം പറഞ്ഞു എന്തെന്ന്, ഈ അധികാരം എന്നുള്ളത് ചെയ്തു തീർക്കാനായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ഡിവൈൻ അസൈൻമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തെറി പറയാനും കുറ്റം പറയാനും ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈശോയുടെ ഹൃദയം ഈ മനുഷ്യനെ വളരെയധികം സ്വാധീനം ചെലുത്തിയതായിട്ട് പലയിടങ്ങളിലും ഇദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഈശോയുടെ ഹൃദയത്തിലേക്ക് അനുരൂപപ്പെടാനുള്ള ഒരു പരിശ്രമം, ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം തന്നിലൂടെ കൊടുക്കാനായിട്ട് ഈ മനുഷ്യൻ പരിശ്രമിക്കുന്നത് ഈ അടുത്ത നാളുകളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഈ തിരുഹൃദയത്തെ കാണുകയും ഈ തിരുഹൃദയം കരുണാർദ്ര സ്നേഹമാണെന്ന് അറിയുകയും ചെയ്തിട്ട് നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ കുടുംബം കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഇടമാക്കി മാറ്റാൻ പറ്റുന്നില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ പറഞ്ഞത്, ഈശോയുടെ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയം എടുത്ത്, ശിലാഹൃദയം എടുത്തിട്ട് ഈശോയുടെ മാംസള ഹൃദയം നമുക്ക് നൽകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കിഷ്ടമില്ലാത്ത പല സ്വഭാവമുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ എന്ന് അത് ജീവിത പങ്കാളിയോട് ചോദിച്ചാലാണ് കൃത്യമായിട്ട് അറിയുക. അല്ലെങ്കിൽ മക്കളോട് ചോദിച്ചാൽ അവർ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേർ പറയും, ടീൻസ് ധ്യാനത്തിന് വരുന്ന പിള്ളേർ അവർ പറയും വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ല. യൂത്ത് ധ്യാനത്തിന് വരുന്ന പിള്ളേർ പറയും വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ല. എന്താ മക്കളെ, എന്താ കാരണം? അപ്പനും അമ്മയും പൊരിഞ്ഞ അടിയാ. അപ്പം ഒന്ന് പറയും, അമ്മ 4 പറയും. അമ്മ 4 പറയുമ്പോൾ അപ്പ 16 പറയും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, കൈപ്രയോഗം. ജീവനം കൊണ്ട് പിള്ളേർ ഓടി രക്ഷപ്പെടുക. ഓക്കെ,
നമുക്കിഷ്ടമില്ലാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. ഈശോയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയാണ്. നോക്കാം. ഒരു പുതിയ ഹൃദയം. ഈശോയുടെ അടുത്തേക്ക് ചെന്നാൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് ഈശോ പറഞ്ഞില്ലേ? ഈശോയുടെ അടുത്തേക്ക് ചെന്നാൽ ഈശോ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങും കേട്ടോ. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങും. കാർഡിയോളജിസ്റ്റാണ്. ചെല്ലുന്നവരെയൊക്കെ ഓപ്പറേഷൻ ചെയ്യും. മറ്റേത് രോഗം ഉണ്ടെങ്കിലല്ലേ ഓപ്പറേഷൻ ചെയ്യുക, രോഗി സമ്മതിച്ചാലല്ലേ ഓപ്പറേഷൻ ചെയ്യുക. ഇതങ്ങനെയല്ല. ഈശോയുടെ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മുടെ കഠിന ഹൃദയം എടുത്ത് മാറ്റിയിട്ട് ഈശോയുടെ മാംസള ഹൃദയം ഈശോ തരും. വായിച്ചേ. ഒരു പുതിയ ഹൃദയം. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം നൽകും. പിന്നെ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ചില സ്വഭാവ വൈകൃതങ്ങൾ മാറ്റാൻ ഇന്ന് തീരുമാനമെടുക്കണം. പ്രത്യേകിച്ച് ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ, ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ, നമ്മൾ ക്ഷമിക്കാത്ത അവസ്ഥയിൽ നമ്മൾ ഈശോയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ നൽകുന്ന അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ തട്ടിക്കളയുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത് പാപമാണ്. ക്ഷമിക്കാത്തത്, വിശുദ്ധിയില്ലായ്മ, ലൈംഗിക വൈകൃതങ്ങളും പാപങ്ങളും, അധാർമികത, ഇങ്ങനത്തെ പാപത്തിൻ്റെ മേഖലകൾ, കൊലപാതകം, ശത്രുത, അല്ലെങ്കിൽ അബോർഷൻ, ഈ ഒന്നാം പ്രമാണ ലംഘനം, ഇങ്ങനെ പാപത്തിൻ്റെ മേഖലകൾ, അത് നമ്മളെ ദൈവാനുഗ്രഹത്തിൽ നിന്ന് മാറ്റിക്കളയും. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ഞാൻ എടുത്ത് നിങ്ങൾക്ക് പുതിയ ഹൃദയം തരാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തിരുഹൃദയ ഭക്തി നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. ഈശോയുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലണം. നമ്മൾ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നുള്ള കൊന്തയൊക്കെ ചെല്ലുന്ന സമയത്ത് ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന പട്ടീനെ കളിപ്പിച്ചും പൂച്ചേനെ തോണ്ടിയും കൊച്ചിനെ ടൂരുട്ടിയും ഒക്കെ ചെയ്യാതെ ഭക്തിപൂർവ്വം ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ഒരു സൈന്യം നമുക്കെതിരെ വരുന്ന അവസ്ഥകൾ വരാം. കുറച്ച് നാളത്തേക്ക് ചില സഹനങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരാം. ഇത് വലിയ ദൈവാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയുടെ ചങ്കിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഇനി നീ എൻ്റെ ചങ്ക, നീ എൻ്റെ ചങ്ക എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടാം സന്തോഷത്തോടെ. കൈയടിച്ച അടുത്ത നാളെ നോക്കിക്കേ, ഒന്ന് ചിരിച്ചേ, പല്ലൊക്കെ കാണിച്ചൊന്ന് ചിരിച്ചേനെ. അടുത്ത ആളെ നോക്കി. ഒന്ന് വട്ടം കറങ്ങിക്കേ. ചങ്കാണ് എന്നെ, ചങ്കാണ് എന്നെ ഈശോ, ചങ്കിനെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനീശോ. ചങ്കാണ് എന്നെ, ചങ്കാണ് എന്നെ ഈശോ, ചങ്കിനെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനീശോ. ഒന്ന് വട്ടം കറങ്ങിക്കേ. നിന്റെ കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ട് ഈശോ, കൂടെയുണ്ട്. എന്നും ആശ്വാസമേ അവൻ. അതുകൊണ്ട് അവൻ ചങ്കാണ്, എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് ഈശോ. ലയിച്ചു പാടിക്കേ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് ഈശോ. ചങ്കാണ് എന്റെ ചങ്കാണ്, സന്തോഷത്തോടെ. ചങ്കാണ് എന്റെ ചങ്കാണ് ഈശോ.
ബാക്കിയുള്ളവരൊക്കെ മാറ്റിക്കേ. ഹൃദയത്തിലുള്ള എല്ലാരെയും പുറത്തു വെച്ച് ചങ്കാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്കാണ് യേശു. ഈശോയെ, നീ എൻ്റെ ചങ്കാണ്. എൻ്റെ ചങ്കിലുള്ളതെല്ലാം നിനക്ക് തരുന്നു. എനിക്കുള്ളവരെ എല്ലാം നിനക്ക് തരുന്നു. ഈശോയെ, നീ മാത്രമാണ് എൻ്റെ ചങ്ക്. നമ്മളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, അവരുടെ കുടുംബത്തെ ഈശോയുടെ തിരുഹൃത്തിലേക്ക് സമർപ്പിച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഉച്ചത്തി സ്തുതിച്ചേ. യേശുവേ, യേശുവേ, യേശുവാ, ഓ യേശുവാ. യേശുവേ, അവരുടെ പ്രാർത്ഥന കേൾക്കണമേ, കണ്ണീരിന്റെ വിഷയങ്ങളിൽ ഇടപെടണമേ. ഓ കർത്താവേ, ഓ കർത്താവായ യേശുവേ, നിന്റെ തിരുഹൃദയത്തിൽ ഇവർക്കിടം കൊടുക്കണമേ. നിന്റെ തിരുഹൃദയം ഇവർക്ക് ഇരിപ്പിടമായി മാറട്ടെ. നിന്റെ തിരുഹൃദയം ഇവർക്ക് സംരക്ഷണമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തോട് ഞങ്ങളുടെ ഹൃദയം ചേർത്ത് വെച്ച് ഞങ്ങൾ ആയിരിക്കുന്നു. കർത്താവേ, അങ്ങിന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങയുടെ ചങ്കേറ്റുവാങ്ങിയവനാകാൻ. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. യേശുവേ, അങ്ങനെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും തിരിച്ച് അങ്ങയെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു കഠിന ഹൃദയം എൻ്റെ ഉള്ളിലുണ്ട്. ഈശോയെ, അങ്ങ് എന്തുമാത്രം അനുഗ്രഹം എനിക്ക് തന്നു. 90 നന്മകൾ തന്നിട്ടും 10 കുറവുകൾ, 10 സഹനങ്ങൾ എന്നെ വിശുദ്ധീകരിക്കാനായി തന്നപ്പോൾ കർത്താവേ, 90 നന്മയും വിട്ട് ആ 10 സഹനത്തിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്ന കഠിന ഹൃദയനാണ് ഞാൻ. ഈ സഹനങ്ങൾ വലിയ ദൈവാനുഭവത്തിനാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈശോ, ഞാൻ തേങ്ങിക്കരഞ്ഞ, വിങ്ങിക്കരഞ്ഞ സഹനങ്ങൾ മുഴുവനും അങ്ങയുടെ മുൻപിലേക്ക് ഞാൻ എടുത്തു വയ്ക്കുന്നു. യേശുവേ, ഞങ്ങൾക്കറിയാം അല്പകാലത്തെ ഈ അഗ്നിശോധനയ്ക്ക് ശേഷം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. ഈ കല്ലറ അനുഭവത്തിലൂടെ കടന്നു പോയതിനു ശേഷം വലിയൊരു ഉത്ഥാനത്തിൻ്റെ അനുഭവമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈശോയെ, ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ വിശ്വാസം ദുർബലമായി പോയിട്ടുണ്ട്. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഈ സഹനങ്ങളെ, ഈ ദുഃഖത്തിൻ്റെ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ വെച്ച് തരികയാണ്. അങ്ങെല്ലാം നന്മയ്ക്കായി മാറ്റുന്നവരാണല്ലോ. ഈശോയുടെ നന്മയാക്കി മാറ്റുന്നത് കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈശോയെ വിളിച്ച ഈശോയെ, എൻ്റെ ഈശോയെ, എല്ലാ സഹനങ്ങളും ദുഃഖങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ, ഓ ഈശോ, ഈ സഹനങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നത് കണ്ടുകൊണ്ട് ശിരസുയർത്തി ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയോട് പറഞ്ഞ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ.